പത്തനംതിട്ടയിൽ CPM പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും കുമ്പഴ സ്വദേശി സുധീഷ് നാട കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച പാർട്ടി അംഗത്വം നൽകിയത് SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 4ാം പ്രതിയാണ് സുധീഷ്. 2023 നവംബർ 20-ന് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്ത് കാറിലെത്തിയ 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിന് കുമ്പഴ സ്വദേശി സുധീഷ് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. CPIM സ്വീകരിച്ച കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനാണ് ഈ കേസിൽ 1ാം പ്രതി. 4ാം പ്രതിയാണ് സുധീഷ്. സുധീഷിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. സുധീഷ് എറണാകുളത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരുന്നത്. സുധീഷ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതേ സുധീഷിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച കുമ്പഴയിൽ CPIM സംഘടിപ്പിച്ച പരിപാടിയിൽ CPM-ലേക്ക് സ്വീകരിച്ചിരുന്നു. ശരൺചന്ദ്രൻ, സുധീഷ് ഉൾപ്പെടെ 62 പേരെയാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചത്. CPM-ലേക്ക് ചേർന്നവരുടെ പേരിലുള്ള കേസുകൾ ഇല്ലാതാക്കാമെന്ന് CPIM ജില്ലാ നേതൃത്വം അറിയിച്ചതിനെ തുടർന്നാണ് ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ CPM-ലേക്ക് ചേർന്നതെന്ന് BJP ജില്ലാ നേതൃത്വം ആരോപിച്ചിരുന്നു. CPIM സ്വീകരിച്ച മലയാലപ്പുഴ സ്വദേശി യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പ്രതിയായതും CPM-ന് ക്ഷീണമായിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.